എല്ലാവർക്കും നമസ്കാരം. ടോക്ക് ഓഫ് ദി ടൗണിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് ഏറ്റവും പുതിയ ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറായിട്ടുള്ള ധീരം ആ സിനിമയുടെ വിശേഷങ്ങളാണ്. പുതുമുഖ സംവിധായകനായിട്ടുള്ള ജിതിൻ സുരേഷ് ആണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ദീപു എസ് നായർ, സദീപ് സദാനന്ദൻ, ഇവർ രണ്ടുപേരാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ്. ഇതിൻ്റെ ലീഡ് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ളത് ഇന്ദ്രജിത്ത്, ദിവ്യ എസ് പിള്ളൈ, നിഷാന്ത് സാഗർ, അതുപോലെ രഞ്ജി പണിക്കർ, രബ മോണിക്ക, സാഗർ സൂര്യ, അങ്ങനെ കുറച്ച് ആളുകളാണ് ഇതിൻ്റെ ലീഡ് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ളത്. ഇതൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ആ ഒരു ജേണറിൽ വരണ ഒരു സിനിമയാണ്. അതുപോലെ ഈ സിനിമയുടെ ഒരു BGM അല്ല മ്യൂസിക്കും ചെയ്തിട്ടുള്ളത് മണികണ്ഠൻ അയ്യപ്പ. ഇത് വളരെ ഫാസ്റ്റായിട്ട് കഥ പറഞ്ഞു പോകുന്ന ഒരു രീതിയാണ് ഈ സിനിമ ഫോളോ ചെയ്തിട്ടുള്ളത്. നോർമലി നമ്മൾ ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഇത്രയധികം ട്വിസ്റ്റുകൾ വേണമായിരുന്നു, ആ രീതിയിൽ ചിന്തിക്കുന്ന രീതിയിലുള്ള തരത്തിലാണ് ഈ സിനിമയുടെ ഓരോ പോയിന്റിലും ഇതിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ടേൺ ചെയ്ത് പോണത്. അപ്പോൾ അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ഈ കഥ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും എന്താ പറയുക ഒരു ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ക്ലൈമാക്സ്. ആ ഒരു ഇതിൻ്റെ സസ്പെൻസ് റിവീൽ ചെയ്യണ ഒരു ടൈമാണ്. അപ്പോൾ ആ ഒരു 30 minutes എന്ന് പറയുന്നത് വളരെ ഇൻറ്റൻസീവായിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് ഒരു കാണുന്ന ഓരോരുത്തരെയും ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിലുള്ള വളരെ ബ്രൂട്ടലായിട്ടുള്ള സീക്വൻസുകളാണ് ഈ സിനിമയിൽ ആ ഒരു ലാസ്റ്റ് 30 minutes. അത് ശരിക്കും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ സീക്വൻസുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ ഒരു ആക്ച്വലി ഒരു സർട്ടിഫിക്കേഷനോട് കൂടിയിട്ടാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ന് നമ്മുടെ തിയേറ്ററുകളിൽ ഒരു സർട്ടിഫിക്കേഷനുള്ള സിനിമ ആയാൽ പോലും നമുക്ക് കുട്ടികളെയും കൊണ്ട് കാണാൻ പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പോൾ ഇത് കാണാൻ പോകുന്ന പ്രേക്ഷകരുടെ അടുത്ത് പറയാനുള്ളത്, കുട്ടികളെ മാക്സിമം ഒഴിവാക്കുക. ഈ സിനിമ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ മാക്സിമം ഒഴിവാക്കുക ഈ സിനിമ കാണാൻ പോകുമ്പോൾ എന്നുള്ളതാണ്. കാരണം അത്രയും എന്താ പറയുക, ഡിസ്റ്റർബ് ചെയ്യണ തരത്തിലാണ് ഇതിൻ്റെ ഒരു ലാസ്റ്റ് 30 minutes ഈ സിനിമയുടെ. അപ്പോൾ അത് നമുക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ ഓരോ പ്രേക്ഷകനും പറ്റുമെന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു കാര്യം റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ സിനിമയ്ക്ക് ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറിന് വേണ്ട എല്ലാ ഒരു റിക്വയർമെൻറ്റ്സും മീറ്റ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. നമുക്കൊരു വളരെ എൻഗേജിങ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും. താങ്ക് യു.